ഒരു വെയിലത്. എന്റെ ബാപ്പാ, ഈ പെണ്ണിനോട് പറഞ്ഞാ തിരിയില്ലല്ലോ. ഇമ്മർ തന്നെ വന്ന് നിക്കും ഈ പച്ചി. ഉമ്മല്ലേ വീട്ടില്? ഉമ്മ വലിയ ഷാനി, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇമ്മർത്ത് വന്ന് നിക്കരുത് എന്ന്. അല്ലെങ്കിലോ നാട്ടുകാരെ കൊണ്ട് ഒരു തൊഴിലില്ല. ഇനിയിപ്പൊ ഇവിടെ അവിടെ ഇങ്ങനെ നിക്കണത് കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അടുത്തുള്ളവർക്കൊക്കെ പിന്നെ അറിയുന്നുണ്ട്. ഇനി പോണോലും വരുന്നോലും ഒക്കെ അറിയിച്ചു ഇവിടെ ഉണ്ട് എന്നുള്ളത്. അതൊന്നല്ലമ്മ, ഞാൻ ഇവിടെ ആകെ പൊടി ഇടിച്ചെടുക്കലെന്ന് അടിച്ചേരിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഏതായാലും വെറുതെ നിക്കല്ലേ വിചാരിച്ചാണ്ട് ചൂലെടുത്ത് ഇറങ്ങിയത് അടിച്ചേരാന്. തെച്ചറിയില്ല വന്നിട്ട് ഇത് അടിച്ചേരണം കാട്ടണം എന്നുള്ളത്. ആയിക്കോട്ടെ, ഞാൻ ഇനി ഇറങ്ങി പുറത്തിറങ്ങണില്ല പോരെ. അല്ല എന്തായി, ഷാനുവിന് നോക്കാൻ പോയിട്ട് ശരിയായോ? എത്ര എണ്ണം കാണാൻ പോയി, ഇതും അതേമായിരിക്കന്നെ. മോനെ അങ്ങോട്ട് പറ്റിയിട്ട് കാര്യമുണ്ടോ? വെള്ളം ഉള്ളോണ്ടാണ് എല്ലാ പിത്തനും ഇപ്പത്. ഞാനായിട്ട് ഓരോ വണ്ടി മേലെ ഉണ്ടാക്കിയതാണ്. ഓന് കാണാൻ പോയി ഓന് പീറടിച്ചിങ്ങാണ്ട് ഏതോ ചങ്ങായിമാരോ കാത്തിക്കുന്ന ഓൻ്റെ ഒപ്പം പോയി. പിന്നെ അവിടെ ഇറക്കും ചെയ്ത്. കാണാൻ പോകണൊന്നും ഓന് പറ്റാതൊന്നും ഇവിടെ ഒന്നുമില്ല. ഒക്കെ അപ്പൊ ഞാൻ പറയുന്നില്ല. ഇമ്മർത്ത് പോകുമോ ഒന്ന് പറയുന്ന കേക്ക്, ഒന്ന് ഉള്ളിക്ക് കയറി. ഞാൻ ഉള്ളിക്ക് പോയിക്കോളാം. ഇങ്ങനൊരു ഒരു തലവേദന. ജമീലാത്ത, ഷാനിയെ ഇന്നത്തെ പണിയില്ല. പണിയൊക്കെ കറി ഉണ്ടാക്കാണ്ട്. അല്ല അമ്മ ഇവിടെ? അമ്മ അകത്തുണ്ട്. വരി, കയറിക്കോളി. വരാ. അമ്മ എന്താടി? അത് ജമീലാത്ത വന്നിക്കണ്, നിങ്ങളെ ചോദിച്ചിട്ടുണ്ട്. തന്നെ ജമീലേ? എവിടെ? കുഞ്ഞിമ്മോ? ജമീല ഉള്ളിക്ക് പോരടി. കയറടി. കുഞ്ഞിമ്മോ ഇതൊക്കെ പണിയില്ല. കറിയും കൂടിയും വെച്ചാ കഴിയും, ചോറൊക്കെ കഴിക്കണ്. അല്ല എത്തപ്പ ഷാനിന്റെ പാട്? ഞാൻ കൊറേ ഇങ്ങോട്ട് വരണമെന്നിങ്ങനെ വിചാരിച്ചു. അവിടുത്തെ പണി എന്തെങ്കിലും കൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടന്നെ. ഷാനിന്റെ വർത്താനം അതന്നെയാണ് ഇപ്പൊ. ഷാനുവിന് പെണ്ണാണാൻ പോയി നിന്നിപ്പോ. എത്താ എന്നോട് പറയാച്ചെങ്കില് ഓളിവിടെ നിക്കണോണ്ട് ഓന് പൊരു ഇതും ശരിയാണ്. ഓന്റെ ഈ വരവിലെങ്കിലും ഇതൊന്ന് ശരിയാക്കണം വിചാരിച്ചിന്. എവിടെ കാണാൻ പോകുന്നതിനൊക്കെ പറ്റുമൊക്കെ ചെയ്യും. ഇവൻ അങ്ങോട്ട് പറ്റും കാട്ടൊക്കെ ചെയ്യും. പക്ഷെ ഓല് ഇവിടെ വന്ന് ഇതാക്കും കാട്ടും ചെയ്യുമ്പോഴാണ് ഇവിടെ ഓളവിടെ കെട്ടിച്ച് നിർത്തുകയാണ് കാട്ടുകയാണ്. അല്ലാത്ത ഓരോ വണ്ടി മലിലേ, അല്ലാത്തൊരു ഇറങ്ങാറന്നെ ഇപ്പൊ പറയാണെങ്കിൽ. എത്താ കാട്ട്, എങ്ങനെയെങ്കിലും ഓളൊന്ന് വേഗം കെട്ടിച്ചണം, എന്നാ തന്നെ നടക്കുള്ളൂ ഇപ്പൊക്കെ. പിന്നെ അല്ലെങ്കിൽ തന്നെ എനിക്കറിയില്ലേ ഓന്റെ കെതുമലൊക്കെയാണ് ഇവിടെ ചെലവും കാര്യം കഴിഞ്ഞു പോകുന്നത്. ഇനി ഓളും കൂടി വേണ്ടായാലും അതിന്റെ ചെലവും അറിയില്ല എത്താ കാട്ടണ്ടേന്നുള്ളത്. ഇത് ഏതെങ്കിലും നല്ല ബന്ധം ഉണ്ടെങ്കിൽ കൊണ്ടുവരണ്ടേ? ഞാൻ എന്റെ അറിവിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോ ഷാനുവിനോട് അതാ പറയണ്ടേ. ഓനിങ്ങനെ കടിച്ചുണ്ട് ഈ പോക്കിലെങ്കിലും ഒന്ന് ശരിയായി കിട്ടാനാല്. ഞാൻ ഓനോട് പറയുന്ന അതാണ്, ആദ്യം എന്നാ വെറുതാണ്ട് നോക്ക. എന്നാ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ സമാധാനായിട്ട് കെട്ടും കാട്ടൊക്കെ ചെയ്തൂടെ. ഇജ്ജ് പറയുന്ന തന്നെയാണ് ശരി. ഇവളാണ്ട് കെട്ടിച്ചയക്കും കാട്ടും ചെയ്തിട്ട് ഒന്ന് നോക്കന്നെയാ നല്ലത്. എന്നാ ഇപ്പൊ ഈ കാണാൻ പോണത് മൊത്തം ഇങ്ങനെ ഒഴിവായി പോകൂലല്ലോ. പിന്നെ പറഞ്ഞാല് പിന്നെ ഓളുള്ളോണ്ട് ഇങ്ങോട്ട് കെട്ടിച്ചയക്കാനും ഒരിതുണ്ടാവുകയെ. നാത്തും വീട്ടിലാണെന്നല്ലേ പറയാ. ഇജ്ജ് കാട്ടുന്ന തന്നെയാ നല്ലത്.
ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഏതെങ്കിലും ഉണ്ടോന്നൊക്കെ ഒന്ന്. അല്ല ഇനിയിപ്പൊ എങ്ങനത്താണ് മാണ്ടിയത്? ഒഴിവായത് തന്നെ അല്ലേ കാരം. ഇനിയിപ്പൊ എങ്ങനെയുള്ളാണെങ്കിലും തരക്കേടൊന്നുമില്ല. ഓളെങ്ങനെ നിൽക്കും കാട്ടൊക്കെ ചെയ്യും. അങ്ങനത്തേനൊന്നും ഒരു കുഴപ്പമില്ല. കുട്ടികളിലൊക്കെ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പൊ കുട്ടികളുണ്ട് ചോദിച്ചും കുഴപ്പമൊന്നുമില്ല. ഓക്കിപ്പൊ അതിനുള്ളതൊക്കെ ഇല്ലേ? നമ്മളത് നോക്കുകയൊക്കെ വേണ്ടേ? എന്റെ അറിവില് ഓരോന്നുണ്ടേ അങ്ങനത്തത്. എന്റെ നാത്തൂന്റെ അവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞ ഇനി എട്ടയക്കണെന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പൊ 1 മാസം 1.5 മാസം മുമ്പ് എന്നോട് പറഞ്ഞതേ. ചോദിച്ചു നോക്കട്ടെ, ഉണ്ടെങ്കി ഞാൻ പറയുന്നുണ്ടേ. ഉമ്മ എന്താ ഞാനേ തലവേദന്റെ ഗുളിക എവിടെ വെച്ചത്? അതതാ റൂമിലേ, പിന്നെ ഷെൽഫിന്റെ ഉള്ളിലൊരു ബോക്സ് ഉണ്ട്, അതിലുണ്ട്. പോയി നോക്കും. രാവിലെ നല്ല തലവേദന, പോയി കുടിച്ചട്ടെ. ഓക്കത്തെ ഇപ്പൊ തലവേദനയൊക്കെ? ഇപ്പൊ 2 ദിവസമായി തുടങ്ങിയിട്ട് തലവേദന അത് എന്നൊക്കെ പറഞ്ഞു. ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ടേക്കാരല്ല അത്തപ്പോ പനിയൊന്നും പുറത്തേക്കൊന്നും കാട്ടണമൊന്നുമില്ല. എന്താണാവോ? അതന്നെ ഏക്കാരം ആർക്കായാലും ഉണ്ടാവൂലപ്പോ ഇത്. അല്ലാത്ത ഇത് എന്തായാലും ഒക്കെ ശരിയാകും. നമുക്ക് നോക്ക. ഞാനേ ഏതായാലും പോട്ടെ. ചോറ് അവിടെ ഊറ്റി വെച്ചിങ്ങാണ്ട് പോന്നിക്കാണ്. ഞാൻ അപ്പൊ എന്റെ അടുത്തേക്കൊന്ന് വന്ന് ഇങ്ങാണ്ട് പോകാല്ലേ ഇങ്ങാണ്ട് വന്നതാ. എന്നാ ഇജ്ജ് പോയി വാ. എന്നാ ഏതായാലും എന്റെ പണി നടക്കട്ടെ. ഞാൻ പോകാൻ നോക്കട്ടെ. എന്നാ ഞാൻ ഉണ്ടെങ്കി പറയണ്ട്. ഞാൻ വിളിച്ച അല്ലെങ്കിൽ വേദി എന്തെങ്കിലും കാട്ടുണ്ട്. ഞാൻ പോട്ടെ. ഈ പണിയിലാണിത്. കഴിഞ്ഞ തിരുമ്പലും കാട്ടിലും ഒന്നും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് വേണം അയിമക്ക് പോകാൻ. എന്നിപ്പ ഓനെ പെണ്ണാണാൻ പോക്കും ഇതൊക്കെ ഉണ്ടായങ്ങാണ്ട് ആകെ അങ്ങോട്ട് നേരം വേക്കും ചെയ്തിക്കണം. ആയിക്കോട്ടെ, ഞാൻ പോയിട്ടടി എന്നാ. ആയിക്കോട്ടെ എന്നാ, പോയി. ആയിക്കോട്ടെ എന്നാ, ഞാൻ പിന്നെ വിളിച്ചിണ്ട്. വലൈക്കും സലാം. എന്താ ഷാനിയെ? നല്ല പനി വരുന്നുണ്ട്. ഡോക്ടറെ കാണിക്കും വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോരുമ്പോ 2-3 ഡ്രസ്സും വാങ്ങണം. കൊറേ ആയില്ലപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ട്. ആകെ മുഷിഞ്ഞിക്കണ ഡ്രസ്സൊക്കെ. സ്റ്റിച്ച് വരെ വിടൽ തുടങ്ങിക്കണ്. എത്ര ആയിപ്പോ? അന്ന് പോന്നതിന് ശേഷം ഡ്രസ്സ് തന്നെ വാങ്ങിയിട്ടില്ലല്ലോ. എന്തായാലും പോരുമ്പോ 2-3 ഡ്രസ്സും കൂടി എടുക്കണം. നിങ്ങളതിന്നേ കുറച്ച് പൈസ കാട്ടിക്കാണ്. നിന്റെ അടുത്ത് എവിടെടി പൈസ? തന്നീത്ത പൈസ ഒക്കെ കഴിഞ്ഞിക്കണ്. ഇവിടെ എന്തൊക്കെ ചെലവ് നടക്കണുണ്ട്. പൈസ കഴിയേ? പിന്നെ എത്തപ്പ ഇവിടെ ഇത്രയും വലിയ ചെലവ് ഇങ്ങനെ ഉള്ളത്? എന്താ ചെലവെന്നോ? അന്റെ കാര്യം മൊത്തം ഇപ്പൊ ഞങ്ങള് നോക്കേണ്ട അവസ്ഥയാണ്. അതിന്റെ ചെലവ്, ഈ വീട്ടിലത്തെ ഇതൊക്കെ നോക്കണ്ടേ? ഇപ്പൊ ഷാനു ഈ ഗൾഫിക്ക് പോയിട്ട് വേണം എന്തെങ്കിലും കായ് കിട്ടണെങ്കില്. ഓനും ഇവിടെ പണിയില്ലാതെ തന്നെ നടക്കുന്നത്. ഓനൊരു പെണ്ണുണ്ട്. ഈ വരവിലെങ്കിലും ഒന്ന് റെഡി ആക്കണം വിചാരിച്ചിങ്ങാട് വന്നത്. അപ്പൊ അതും റെഡി ആകും തോന്നില്ല. എന്റെ ഈ പറയണില്ല ഇതിന്റെ ബാക്കി. അതുകൊണ്ട് എല്ലാം ചെലവും കാര്യമൊക്കെ ഇതുമെന്നാണ് പോകുന്നത്. ഇപ്പൊ ഒക്കെ കഴിഞ്ഞിക്കണ് പൈസയും കാര്യമൊന്നും. അതൊന്നും വിചാരിച്ച് നിക്കല്ല ഇപ്പൊ ഇവിടെ ഉള്ള കുത്തു കാട്ടിയൊക്കെ നടന്നപ്പോ. ഉണ്ടാവുമ്പോ എന്താ വെച്ചാ മാങ്ങ കാട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാ. അല്ലാത്ത പറയാ എന്റെ ഒന്നിനും പറഞ്ഞു അടുത്തായിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. അതിന് പണ്ടം തരും, പണയം വെച്ച് കാട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. എന്റെ ആവശ്യങ്ങൾക്ക് ഒന്നിനും ഇവിടെ ഒരു പൈസ ഇല്ലപ്പോ. പണ്ടത്തിന്റെ കാര്യേ പിന്നെ കുഞ്ഞുട്ടി ചോദിച്ചിനി. അതിന്റെ വീടും പണി എനിക്ക് അറിയാലോ. പിന്നെ തറമ്മല് നിക്കല്ലേനോ. അപ്പൊ ഓനാല് എല്ലാം കൂടി കൊണ്ടേങ്ങാണ്ട് വെക്കും കാട്ടൊക്കെ ചെയ്തെങ്ങാണ്ടാണ് ഇപ്പൊ ബാക്കി പണി ഇപ്പൊ തുടങ്ങണത്. ആവശ്യത്തിന് എടുക്കാണല്ലേ ഈ പണ്ടോ. എന്തൊക്കെയമ്മ നിങ്ങൾ പറയുന്നത്? അത് ഇന്നെ ഒഴിവാക്കിണ്ടതില്ല. എനിക്ക് തന്നതല്ലേ. നിങ്ങളെത്തിനാ എടുത്തിപ്പോ കാക്കാക്ക് കൊടുത്തത്? ഇജ്ജിപ്പൊ ഈ ചോദിച്ചപ്പോ ഞാൻ തരത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഇങ്ങോട്ട് തന്നതല്ലേ ഇപ്പൊ എന്റെ കല്യാണത്തിന്. അല്ലാതെ ഇജ്ജായിട്ട് കൊടുന്നൊന്നല്ലല്ലോ ഇപ്പൊ ഇത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാത്ത കാട്ടേണ്ടിയത്? നിന്റെ ആവശ്യത്തിന് ഒരു ഇതും ഇല്ല ഇവിടെ. എനിക്കാണെങ്കിൽ പനിച്ചിട്ട് നിൽക്കാനും കൂടി വെയ്ക്കണില്ല. ഡ്രസ്സൊന്നും വേണ്ട. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയെങ്കിലും ഒന്ന് തരി. എനിക്ക് ഈ പ്രൈവറ്റിന്റെ അല്ലാതെ കാണിച്ചാറില്ല. ഈ ഗവൺമെന്റ് പോയി ഇങ്ങോട്ട് കാണിച്ചാ പോരെ? അവിടെ ആണെങ്കില് 10 ദിവസം കൊടുക്കും വേണ്ട, മരുന്നും ഒക്കെ കിട്ടുകയും ചെയ്യും. അല്ല ഇവിടെ പാരസെറ്റാമോൾ ഇതൊക്കെ എനിക്ക് അത് കുടിച്ചൂടേനു.
അപ്പൊ 2 ദിവസമായി പാരസെറ്റാമോളും കുടിച്ച് നടക്കണ്, മാറണില്ലേ. കാണിക്കാൻ വേണ്ടിട്ട് പൈസ തന്നാണ്. ഇപ്പൊ എനിക്ക് കാണിച്ചണം നിർബന്ധാണെന്ന് വെച്ചെങ്കില് ആ ഗവൺമെന്റ് പോയി ഇങ്ങോട്ട് കാണിച്ചാ. എന്താണ് ഗവൺമെന്റിക്ക് അങ്ങോട്ട് പോയിക്കോളന്ന ഓനോട് അങ്ങോട്ട് ഒന്ന് വരാൻ പറഞ്ഞെ കൊണ്ട് വെച്ചാത്തോണ്ടാണ്. എത്രയും വലിപ്പല്ല ഇനി എത്തിനാ പോലൊക്കെ വിളിച്ചെത്തുന്നത്. ഇജാണ് പോയി ഇങ്ങോട്ട് കാണിച്ചേ കാട്ടെ ഒക്കെ ചെയ്തൂടെ. നീ പോലെ വിളിച്ചായിട്ട് അല്ലെങ്കിൽ തന്നെ ഓൻ ആ പെണ്ണ് ശരിയാകാത്തതിന്റെ ഈറിയിൽ നടക്കുകയാണ്. ഇങ്ങോട്ടന്നെ കയറിയിട്ടില്ല. ഇനിയിപ്പൊ ഇതിനും പറഞ്ഞ് വിളിച്ചാ മതി. ഇതിപ്പോ പോകാൻ കാട്ടെ എന്തെങ്കിലും വെച്ച് ചെയ്തോ. വെച്ചതെല്ലാം കൂടി തലയില് വല്ലാത്തൊരടങ്ങാറായിരുന്നു. എന്തൊരു കഷ്ടാണിത്. ആർക്കും എന്റെ ഒരു കാര്യം നോക്കും വേണ്ട കാട്ടും വേണ്ട. മകനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് നിർത്തിയപ്പോ വലിയ ഇടങ്ങാറ്. എന്താപ്പം ചെയ്യ? അങ്ങനെ മാറ്റി പോകാൻ നോക്കട്ടെ. എനിക്ക് നീച്ചക്കാൻ വെച്ച എന്തേ? ഞാൻ പോവാട്ടോ. ഇജ്ജ് പോകുമ്പോ വാതിലാണ് ചാരി വെച്ചാ കേട്ടോ. ഇതിലേറെ നല്ലത് ഔട്ട് തന്നെ നിൽക്കുന്നു. ഇല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിലും ഡ്രസ്സും കാര്യം ഒക്കെ ഉണ്ട്. ഇവിടെ ആർക്കും മാണ്ടാത്തൊരവസ്ഥ. ചെയ്യാ ഇപ്പൊ ബ്ലോക്ക് പോയിട്ട് എന്ന് കാണിച്ചാൽ എനിക്കറിയില്ല.